ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, നമ്മുടെ ഡെയിലി വ്ളോഗ്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ലഞ്ചിന് നമുക്കൊരു കൂന്തൽ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വന്നപ്പോൾ കൊടുന്ന വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പിടി ഉള്ളി ഇട്ടു. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് കുറച്ച് ഒരു ജീരകവും കൂടി ഇട്ടിട്ട് ഞാൻ അടിച്ചെടുത്തതാണ് കേട്ടോ. ഫ്രഷ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അല്ലാതെ നമുക്ക് ലുലുലൊക്കെ അവൈലബിൾ ആണ്, ഒരു കുപ്പിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടും. അതല്ല, ഇത് ഇഞ്ചി വെളുത്തുള്ളി വാങ്ങിയിട്ട് മിക്സിയിൽ നമ്മൾ വീട്ടിലെല്ലാവരും ചെയ്യണതായിരിക്കും, അതേപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഓരോ മസാലപ്പൊടികളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. ഇതിനൊരു കണക്കൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇട്ടതാണ് കേട്ടോ. പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, പിന്നെ അതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഗരം മസാല ഉമ്മ തന്ന് വിട്ടിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനൊന്നും കണക്ക് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കുന്ന റെസിപ്പികളാണ് ഇതെല്ലാം. അപ്പോൾ നന്നായി എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ മസാലപ്പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി അരിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണതായിരിക്കും നല്ലത് കേട്ടോ, കാരണം പെട്ടെന്ന് നമുക്ക് അത് വഴന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തളും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂന്തൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തു. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചാറ് പോലെയാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ആഡ് ചെയ്യാം. കുറച്ചിങ്ങനെ കുറുകൽ പോലെയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കൂന്തൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് കുക്കറിൽ തന്നെ വേവിക്കണം എന്നാണ്, പക്ഷേ കുക്കറിലൊന്നും വേവിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ബൈ.